لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الإخوان والأخوات أوصيكم أولا وإياي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيه ولم أدر ما حسابيه يا ليتها كانت القاضية ما أغنى عني ماليه هلك عني سلطانيه خذوه فغلوه ثم الجحيم صلوه ثم في سلسلة ذرعها 70 ذراعا فاسلكوه. സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ വന്നു പോകുന്ന ചെറിയ ചെറിയ തെറ്റുകളെ സംബന്ധിച്ചാണ് വിശദീകരിച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഇസ്ലാമിന് വിരുദ്ധമായി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട് എന്ന് കഴിഞ്ഞ ഖുത്ബയിൽ നാം വിശദീകരിക്കുകയുണ്ടായി. ഒരു കുഞ്ഞ് ജനിച്ചാൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അത് വളരെ ലളിതവുമാണ്. ഒരു കുഞ്ഞു ജനിച്ചാൽ നല്ല പേര് വിളിക്കുക എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മൾ പലപ്പോഴും ഒരു കുഞ്ഞ് ജനിക്കുന്ന സന്ദർഭത്തിൽ പൊതുവായുള്ള ഒരു പേര് വിളിക്കും. മുഹമ്മദ് എന്നോ അബ്ദുള്ള എന്നോ ഒരു താൽക്കാലികമായ പേര് വിളിക്കും. പെൺകുട്ടികളാണെങ്കിൽ ഫാത്തിമ, ഖദീജ, അങ്ങനെ നല്ല പേരുകളാണ്, പക്ഷെ അത് താൽക്കാലികമാണ്. പിന്നീട് സർട്ടിഫിക്കറ്റുകളിൽ ആ പേരുകളെല്ലാം കാണുന്നത് വളരെ മോഡേൺ ആയിട്ടുള്ള, ഒരുപാട് സെർച്ച് നടത്തി ഒരുപാട് ആളുകളോട് അന്വേഷിച്ച് വെറൈറ്റി നാമങ്ങൾക്ക് വേണ്ടി, പേരുകൾക്ക് വേണ്ടി നാം അലയുകയും അവസാനം ഒരു അർത്ഥവും ആശയവും ഇല്ലാത്ത പേരുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇടുകയും ചെയ്യും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. ഇവിടെ ഇസ്ലാം നമ്മോട് പറഞ്ഞൊരു വിഷയം, ആ കുഞ്ഞിന്റെ പ്രകൃതി നന്നാകണമെങ്കിൽ, ആ കുഞ്ഞ് നന്നായി വളരണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ വളരെ കൃത്യമായി പഠിപ്പിച്ച ഘടകങ്ങളിൽ ഒന്നാണ് നല്ല പേര് വിളിക്കുക, അർത്ഥവത്തായ പേര് വിളിക്കുക. ഇസ്ലാമിക സമൂഹം ഉപയോഗിക്കുന്ന പേരുകൾ വിളിക്കുക. ഈ അടുത്ത ദിവസം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് പുരോഗമനമായി ഒരുപാട് വളർന്നിട്ടുള്ള നാടുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പേര് മുഹമ്മദ് എന്നാണ്. പക്ഷെ നമ്മുടെ നാട് അത്തരം പേരുകളോട് ഇപ്പോഴും വിമുഖത കാണിക്കുന്നു എന്നുള്ളതാണ്. ഇരിക്കട്ടെ, അവ ഒരു കുഞ്ഞ് ജനിച്ചാൽ അതൊരു വല്ലാത്ത ഒരു അത്ഭുതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഫൽയൻദുറിൽ ഇൻസാനു മിമ്മാ ഖുലിഖ മിമ്മാ ദാഫിക്. എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ നോക്കിക്കാണുന്നില്ലേ? തെറിച്ചു വീഴുന്ന വെള്ളത്തുള്ളികളിൽ നിന്നാണ് അതിനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. കുറേയേറെ വിശദീകരണങ്ങൾ ഖുർആനിൽ തന്നെ കാണാം. അങ്ങനെ ഒരേ ഒരു ബീജഗണത്തിൽ നിന്ന് പൂർണ്ണമായ ഒരു മനുഷ്യരൂപമായി പുറത്തേക്ക് കൊണ്ടുവന്ന് കണ്ടാൽ കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷവും നൽകുന്ന ഒരു കുഞ്ഞിനെ നൽകിയ റബ്ബ് പറയുന്നു, അതിന് നല്ലൊരു പേരിടണം. നമ്മൾ അവിടെ വെച്ചുകൊണ്ട് ആ പേര് മാറ്റുന്നു. അങ്ങനെ സംഭവിക്കരുത്. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നേരത്തെ തന്നെ രണ്ട് പേരുകൾ കണ്ടെത്തണം. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നമുക്കറിയില്ല. ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിക്ക് വിളിക്കാവുന്ന ഒരു പേര്, പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിക്ക് വിളിക്കാവുന്ന അസ്ലിയായ ഒരു പേര്, ആ പേര് തന്നെ ആയിരിക്കണം സർട്ടിഫിക്കറ്റുകളിലും ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. രണ്ടാമത്, ഒരു കുഞ്ഞ് ജനിച്ചാൽ അപ്പം തീരുമാനിക്കണം അതിന് അറുത്തു കൊടുക്കണം.
മുഅക്കദായ സുന്നത്താണ്, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത സുന്നത്താണ്. നമ്മുടെ കയ്യിൽ അതിനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് പ്രകാരം 7ന്റെ അന്ന് അറുത്തു കൊടുക്കണമെന്നാണ്. ആൺകുട്ടിയാണെങ്കിൽ പിന്നെ 2 ആടിനെയും, പെൺകുട്ടിയാണെങ്കിൽ 1 ആടിനെയും ഒക്കെ അറുത്തു കൊടുക്കുക. അതല്ലെങ്കിൽ വലിയ മൃഗങ്ങളെയും ഒക്കെ അറുത്തു കൊടുക്കാറുണ്ട്. ഇരിക്കട്ടെ, ആ അറവ് 7ന്റെ അന്ന് നടക്കണം. അതിനാണ് ഹഖീഖ എന്ന് പറയുന്നത്. ആ കുഞ്ഞിന് അല്ലാഹുവിന്റെ സംരക്ഷണം കിട്ടാൻ അത് അനിവാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇനി അവിടെയും കുറെ തെറ്റുകളുണ്ട്. ഹഖീഖ അറുത്താൽ അതിന്റെ മാംസം ഉടമസ്ഥർക്ക് എടുക്കാനേ പാടില്ല എന്ന് പറയുന്ന ചില തെറ്റായ വാദങ്ങളുണ്ട്. എവിടുന്ന് വന്നതാണെന്ന് അറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ രൂപവും അതിന്റെ കൈഫിയത്തും പഠിപ്പിച്ചിട്ടുണ്ട്. അത് 3 ആക്കുകയും അതിലൊരു ഭാഗം ആളുകൾക്ക് ദാനം ചെയ്യാം, പാവപ്പെട്ടവർക്ക് കൊടുക്കാം, അതുപോലെ കുടുംബങ്ങൾക്ക് കൊടുക്കാം, അതുപോലെ അതിന്റെ വീട്ടുടമസ്ഥർക്ക് എടുക്കാം. ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അത് കൃത്യമായി കൽപ്പിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അതിലൊരു വിഹിതം എടുക്കുക എന്നത് ആ അറവ് നടത്തിയവർക്ക് അനുവാദമുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിൽ അറവ് നടന്നു. എന്നിട്ട് ആ പേരക്കുട്ടിയുടെ പേരിൽ അറുത്ത മാംസത്തിൽ നിന്ന് തിന്നാൻ കൊതിച്ചിരിക്കുന്ന അതിന്റെ അവരുടെ ആ കുട്ടികളുടെ ഉപ്പാന്റെ ഉപ്പയും അതേപോലെ തന്നെ ഉപ്പാന്റെ ഉമ്മയും അങ്ങനെയുള്ള ആ ആളുകൾക്ക് തിന്നാൻ പറ്റാതെ പുറത്തു നിന്ന് മാംസം വാങ്ങിച്ചു കൊടുത്ത് അത് വേവിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ആലോചിച്ചോ, സ്വന്തം പേരക്കുട്ടിയുടെ പേരിൽ അറുക്കപ്പെട്ട മാംസത്തിൽ നിന്ന് കഴിക്കാൻ അനുവാദമില്ല എന്ന് ഹുക്മ് കൊടുത്തിരിക്കുന്നു. എങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചപ്പോ ഉസ്താദ് പറഞ്ഞതാണ്. ഉസ്താദല്ല പറഞ്ഞത്, ഹബീബായ റസൂൽ പറഞ്ഞിട്ടുണ്ട് അനുവാദമുണ്ട്, കഴിക്കണമെന്ന്. അതാണ് നമ്മൾ എടുക്കേണ്ട നിലപാട്. ശരി, അങ്ങനെ ഹഖീഖ അറുത്ത് കൊടുക്കുക, മുടി കളയുക, നല്ല പേര് വിളിക്കുക, ഈ സുന്നത്തുകളാണ് ഒരു കുഞ്ഞ് ജനിച്ചാൽ ചെയ്യേണ്ടത് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ സുന്നത്തുകളിലൂടെയാണ് ആ കുഞ്ഞിനെ വളർത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഈ തെറ്റുകളൊന്നും ഈ വിഷയത്തിൽ കടന്നു വരാൻ പാടില്ല. ഇനി നമ്മുടെ ജീവിതത്തിലൊക്കെ ഇപ്പൊ നിരന്തരമായിട്ടുള്ള ഒരു ചെറിയ തെറ്റുണ്ട്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചു. عن أبي ذر رضي الله عنه عن النبي صلى الله عليه وسلم قال عرضت علي أعمال أمتي حسنها وسيئها فوجدت في محاسن أعمالها الأداء يمات عن الطريق. എന്റെ സമുദായത്തിന്റെ നന്മകളും തിന്മകളും എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യുന്നത് അവരുടെ പുണ്യകർമ്മങ്ങളുടെ കൂട്ടത്തിലായി ഞാൻ ദർശിച്ചിരിക്കുന്നു. അപ്പൊ വഴിയിലെ ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ. ഇന്നോ വഴിയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരാണ് മുസ്ലിങ്ങൾ. നമ്മുടെ വീട്ടിലെ അവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നത് വഴിയോരങ്ങളിലാണ്. നമ്മുടെ വീട്ടിലെ വൃത്തികേടുകൾ, പാഴ്വസ്തുക്കൾ വലിച്ചെറിയുന്നത് വഴിയോരങ്ങളിലാണ്. വാഹനങ്ങളിൽ കൊണ്ടുവന്ന ആരും കാണാതെ മനുഷ്യൻ നടന്നു പോകുന്ന വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന റോഡരികളിലും വഴിയോരങ്ങളിലും ആരും കാണാതെ തള്ളിയിട്ട് പോകുന്ന മുസൽമാനുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, അങ്ങനെ ചെയ്യരുത്. എന്റെ സമുദായത്തിൽ വഴിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന ആ തടസ്സങ്ങളെ നീക്കം ചെയ്യുന്ന ആളുകളെയാണ് ഞാൻ കണ്ടത് എന്ന റസൂൽ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, വഇദാ കാനത ഇമാതത്തുൽ അദാ അനി തരീഖ് സദഖ ഫഇന്നിൽ ഖായിൽ അദാ ഫി തരീഖി സയ്യിഅ. ആ റസൂൽ പറയാൻ എന്താ പറഞ്ഞത്? വഴിയിൽ നിന്നും ഉപദ്രവം നീക്കൽ സദഖയാണെങ്കിൽ തീർച്ചയായും വഴിയിൽ ഉപദ്രവം വലിച്ചെറിയൽ തിന്മയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമ്മൾ ചെയ്യാറില്ലേ? കോഴിയുടെ വേസ്റ്റുകൾ, അതുപോലെ മനുഷ്യന് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്ന
ദുർഗന്ധം വമിക്കുന്ന വസ്തുക്കൾ നമ്മുടെ വീടിന്റെ പരിസരത്ത് നിന്നെടുത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, മറ്റുള്ളവർ ബുദ്ധിമുട്ട് അനുഭവിച്ചാലും ശരി എന്ന മനോഭാവത്തോടുകൂടെ വലിച്ചെറിയുന്നവരുണ്ടെങ്കിൽ അവരോടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഫഇന്നിൽ ഖായിലദാ ഫിത്തരീഖി സയ്യിആ, വഴിയിൽ പാഴ്വസ്തുക്കൾ വലിച്ചെറിയുന്നവരുണ്ടെങ്കിൽ അത് ചീത്ത സ്വഭാവമാണ്, അത് തിന്മയാണ്, അത് ചെയ്തു പോകരുത് എന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. ഏതുവരെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ അതിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കും, ഫ്രൂട്ടൊക്കെ കഴിക്കും, എന്നിട്ട് അതിന്റെ അവശിഷ്ടങ്ങൾ ഒരു കവറിലാക്കി നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കെ വഴിയിലേക്ക് വലിച്ചെറിയുക ഇസ്ലാം കണിശമായി വിരോധിച്ചു. ഒക്കെ നിങ്ങൾ ചില ആളുകൾ ചോദിച്ചല്ലോ, ഇസ്ലാമിന്റെ എന്തെങ്കിലും നന്മ ഖുർആനെന്നോ ഹദീസെന്നോ ഒന്ന് എടുത്തു പറഞ്ഞൊരു ഒക്കെ നിങ്ങൾ എത്ര നന്മകൾ ചെറുതാണെന്ന് തോന്നുന്ന ഒരു നന്മ അതിന്റെ ഏറ്റവും വലിയ രൂപത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു നിലക്കും അത് ചെയ്യരുത്. അതിനെ ആ പാഴ്വസ്തുക്കളെ അല്ലെങ്കിൽ അത് ജനങ്ങൾക്കും നമുക്കൊക്കെ പ്രയാസം ഉണ്ടാക്കുന്ന വസ്തുക്കളെ ഏത് രൂപത്തിലാണോ അത് നശിപ്പിച്ചു കളയേണ്ടത് ആ രൂപത്തിൽ, ആർക്കും പ്രയാസമില്ലാത്ത രൂപത്തിൽ നശിപ്പിച്ചു കളയണം. അതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് ഈമാനിന്റെ ഭാഗമാണ്. 70ഓളം ശാഖകളായി ഈമാനിനെ പഠിപ്പിച്ച കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അവസാനമായി പഠിപ്പിച്ച ഈമാനിന്റെ ശാഖയാണ് വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുക എന്നത്. നമ്മളെ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു കല്ല് കണ്ടാൽ ആ കല്ല് മാറ്റാനുള്ള ഈമാൻ ഒരു മുസ്ലിമിനുണ്ടായിരിക്കണം. ഒരു വഴിയിൽ തടസ്സമുണ്ടാക്കുന്ന എന്ത് കണ്ടാലും അതൊന്നും മാറ്റിയിടാനുള്ള ഈമാൻ മുസ്ലിമായ നമുക്കുണ്ടായിരിക്കണം. നാം അതുവഴി കടന്നുപോയി നമുക്ക് പ്രയാസമില്ലെങ്കിലും പ്രിയമുള്ളവർ, അതിന്റെ പിന്നിൽ സഞ്ചരിച്ചു വരുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുമെന്ന ഭയപ്പാട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ വഴിയിലെ ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യാൻ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വഴിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത്, പ്രയാസങ്ങൾ ഉണ്ടാക്കരുത്, അതേപോലെ തന്നെ തടസ്സങ്ങൾ ഉണ്ടാക്കരുത്. മതത്തിന്റെ പേരിലോ ഇനി എന്തിന്റെ പേരിലാണെങ്കിലും ഒരു മുസൽമാൻ വഴിയിൽ തടസ്സമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അകപ്പെട്ടു പോകരുത്. മനസ്സിലായില്ലേ? ഇത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നാളെ പരലോകത്ത് ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഒന്നുപോലും വിട്ടുപോവുകയില്ല ഇൻഷാ അല്ലാഹ്. അതാണ് ഞാൻ ഓതി വെച്ച ആയത്തും ആ ആയത്തിലൂടെ കിട്ടുന്ന ശിക്ഷയെ കുറിച്ചും ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ഇനി ഏഴാമത്തെ ഒരു കാര്യം, നമസ്കാരത്തിൽ ഇമാമിനെ മുൻകടക്കുക. അത് പലപ്പോഴും കണ്ടിട്ടുണ്ട്, പല പള്ളികളിലും പല ജമാഅത്തുകളിലും കണ്ടിട്ടുണ്ട്. റുക്കൂഇലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ വല്ലാത്ത ഒരു ധൃതി, ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ ഉയർത്തുമ്പോഴേക്കും മഅ്മൂമ് വളഞ്ഞിട്ടുണ്ടാവും. തെറ്റാണ്, പാടില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ അൽ-ബറാ വഹുവ ഗൈറു കദൂബിൻ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ ലം യഹ്നി അഹദുൻ മിന്നാ ളഹറഹു حتى يقع النبي صلى الله عليه وسلم ساجدا ثم نقع سجودا بعده. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് സുജൂദിൽ എത്തുന്നത് വരെ ഞങ്ങൾ ആരും മുതുക് കുനിക്കാറുണ്ടായിരുന്നില്ല. ഇങ്ങനെ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് റസൂൽ പറഞ്ഞ് റസൂൽ സുജൂദിൽ എത്തുന്നത് വരെ ഞങ്ങൾ എന്ത് ചെയ്യാറില്ല, മുതുകു കുനിക്കാറില്ലായിരുന്നു എന്നാണ്. നമ്മളോ സമീ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് റബ്ബനാ വലക്കൽ ഹംദ് എന്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഇമാമ് സുജൂദിലേക്ക് എത്തി അതിന്റെ ഒരു പകുതി എത്തുമ്പോഴേക്കും ഏകദേശം നമ്മൾ സുജൂദിലെത്തും. എന്തിനായി ധൃതി കാണിക്കുന്നത്? ഇത് വലിയ തെറ്റാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
അങ്ങനെ ചെയ്യരുത്. ഇമാമ ചെയ്തിട്ടേ പിന്നെ മഅ്മൂം ചെയ്യാൻ പാടുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ പിന്നെയും പറഞ്ഞു, ഹദീസാണ് ഈ പറയുന്നത്, അയ്യുഹന്നാസ് ഇന്നി ഇമാമുക്കും ഫലാ തസ്ബിഖൂനി ബിർറുകൂഇ വലാ ബിസ്സുജൂദി വലാ ബിൽഖിയാമി വലാ ബിൽഇൻസിറാഫ്. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നി ഇമാമുക്കും, ഞാൻ നിങ്ങളുടെ ഇമാമാണ്, ഫലാ തസ്ബിഖൂനി ബിർറുകൂഇ വലാ ബിസ്സുജൂദി വലാ ബിൽഖിയാമി വലാ ബിൽഇൻസിറാഫ്. നിങ്ങൾ മുൻകടക്കാൻ പാടില്ല. എന്തിലൊക്കെ? ബിർറുകൂഇ വസ്സുജൂദി വൽഖിയാമി, റുകൂഇലും സുജൂദിലും നൃത്തത്തിലും തിരിയുമ്പോൾ പോലും നിങ്ങൾ മുൻകടക്കാൻ പാടില്ല എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലേ? നമുക്കിതൊക്കെ ഒരു നിസ്സാരമായിട്ട് തോന്നാൻ പാടില്ല. ഒന്നാം സലാം വീട്ടി രണ്ടാം സലാമിലേക്ക് പോകുമ്പോഴേക്കും രണ്ടാം സലാമിലേക്ക് നമ്മുടെ തല തിരിയരുത്. മനസ്സിലാവുണ്ടോ? ഇമാമ് പൂർത്തീകരിച്ചിട്ടേ മഅ്മൂം പൂർത്തീകരിക്കാൻ പാടുള്ളൂ. അത് തെറ്റാണ്. നമസ്കാരത്തെ പോലും ബാധിക്കുന്ന വിഷയമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലേ, ഇത് നമ്മൾ അറിയാതെ പോകുന്ന കാര്യങ്ങൾ. ഇങ്ങനെ നിസ്കരിച്ചാൽ നാളെ പരലോകത്തൊരു പക്ഷേ ഈ നിസ്കാരം അല്ലാഹു സ്വീകരിക്കാതെ വന്നേക്കാം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അമാ യഖ്ശാ അഹദുക്കും ഔ ലാ യഖ്ശാ അഹദുക്കും ഇദാ റഫഅ റഅസഹു ഖബ്ല അൽ-ഇമാമി അൻ യജ്അല അല്ലാഹു റഅസ ഹിമാരിൻ ഔ യജ്അല അല്ലാഹു സൂറതഹു സൂറത ഹിമാർ. അങ്ങനെ ഹദീസ് എന്താ പറഞ്ഞത്? ഇമാമിന് മുമ്പ് തല ഉയർത്തുന്ന പക്ഷം അവന്റെ തലയെ കഴുതയുടെ തലയുമായിട്ട് അല്ലാഹു മാറ്റുകയോ അല്ലെങ്കിൽ അവന്റെ ആ ആകെ രൂപത്തെ തന്നെ കഴുതയുടെ രൂപത്തിൽ മാറ്റുകയോ ചെയ്തേക്കുമെന്ന് അവൻ ഭയപ്പെടുന്നില്ലേ? ആരോടാ ചോദ്യം? മഅ്മൂമിനോടാ. ഇമാമിന്റെ പുറകിൽ നിൽക്കുന്ന മനുഷ്യനോട് ചോദിക്കാനെന്ത്? നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഇമാമിന് മുമ്പ് തല ഉയർത്തുന്ന പക്ഷം ആ തല ഒരു കഴുതയുടെ തല പോലെ, അതല്ലെങ്കിൽ അവന്റെ ശരീരം മുഴുവനും കഴുതയെ പോലെ ആക്കുമെന്ന് അവൻ ഭയപ്പെടുന്നില്ലേ? അല്ലാഹു ഉദ്ദേശിച്ചാൽ അങ്ങനെയാക്കാം. അപ്പൊ അത്രത്തോളം ഉണ്ട് അതിന്റെ പിന്നിലുള്ള ആ ഒരു അപാകത. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ചെയ്തേക്കരുതെന്നാ പറയുന്നത്. അതുകൊണ്ട് മസ്ബൂഖീങ്ങളായ അല്ലെങ്കിൽ മഅ്മൂമീങ്ങളായ ആളുകൾ ഒരല്പം ക്ഷമ കാണിക്കണം. ഇമാമ് ചെയ്തതിന് ശേഷമേ അതിനെ തുടർന്നുകൊണ്ട് അതിന്റെ മഅ്മൂമ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാഹു അങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് ആരാധനകൾ അർപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. അതേപോലെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ആരാധന കർമ്മങ്ങളിലും വിശ്വാസ കാര്യങ്ങളിലും മറ്റു കർമ്മപരമായ കാര്യങ്ങളിലും ഒക്കെ സൂക്ഷ്മത പാലിച്ച് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه أجمعين أما بعد أوصيكم ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുന്നത്. രണ്ട് വിഭാഗം ആളുകളെ കുറിച്ച് ഖുർആൻ പറയാണ്. ഒരു വിഭാഗം ആളുകൾ വലത് കയ്യിൽ കിതാബ് കിട്ടിയ ആളുകളാണ്. അവരുടെ അവസ്ഥ ഖുർആൻ പറയുന്നുണ്ട്. فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه. വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടിയാൽ അവർ പറയുന്നത് വേഗം വായിക്കാം, സന്തോഷമുണ്ട്. അവരുടെ ആ വിചാരണ വേഗത്തിൽ നടക്കാൻ അവർ ആഗ്രഹിക്കുമെന്ന് മാത്രമല്ല, ഏറ്റവും തൃപ്തികരമായ ജീവിതത്തിലാണ് അവർ. ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗത്തിലാണ്.
കുറെ വിശദീകരിക്കാനുണ്ട്. രണ്ടാമത്തെ വിഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്, വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ. നേരത്തെ എന്താ പറഞ്ഞത്? ഇതൊന്ന് പെട്ടെന്ന് വായിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേ. ഇടത് കയ്യിൽ ഗ്രന്ഥം കിട്ടുന്ന ആളുകൾ പറയുന്നത്, ഇത് വായിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്റെ നാശമേ, ഈ കിതാബ്, ഈ ഗ്രന്ഥം വായിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിലപിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് അല്ലേ? ആ വിചാരണ നേരിടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഭയപ്പാടുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് അവർ വിലപിക്കുന്ന രംഗമാണ് അല്ലാഹു പറയുന്നത്. അതേപോലെ തന്നെ അവരുടെ വിധി അത് എത്ര പ്രയാസകരമാണ് പ്രിയമുള്ളവരെ. മാത്രമല്ല, അവരുടെ സമ്പത്ത് അവർക്ക് ഉപകാരപ്പെട്ടിട്ടില്ല, അവരുടെ അധികാരം അതവർക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. സമ്പത്തും അധികാരവും ഒന്നും ഉപകരിക്കാത്ത ഒരു കാലഘട്ടത്തിൽ, ഒരു വിചാരണ വേളയിലാണ് അവർ നിൽക്കുന്നത്. മാത്രമല്ല, അവസാനം പ്രിയമുള്ളവരെ, അവരെ പിടിച്ചുകെട്ടി 70 മുളം ചങ്ങലയിൽ പിടിച്ചു ബന്ധിച്ചുകൊണ്ട് നരകത്തിന്റെ ആഴ്ത്തട്ടിലേക്ക് വലിച്ചെറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുമെന്ന് സൂറത്തുൽ ഹഖയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ്. ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ഈ തെറ്റുകൾ അതങ്ങനെ ചെയ്ത് ഒരുപാട് തെറ്റുകളായി മാറും. ആ തെറ്റുകളോടുകൂടെ നമ്മൾ മരണപ്പെട്ടാൽ നാളെ പരലോകത്ത് നമ്മുടെ ഇടത് കൈയിലാണ് ഗ്രന്ഥം കിട്ടുന്നതെങ്കിൽ ആ വിഷയമാണ് ഇവിടെ സംസാരിച്ചത്. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക. മറ്റൊരു ഭാഗത്ത് ഖുർആൻ പറഞ്ഞു, വലതു കയ്യിൽ ഗ്രന്ഥം കിട്ടുന്നവരുടെ ഹിസാബ്, അവരുടെ വിചാരണ വളരെ ലളിതമായിരിക്കുമെന്ന് ഖുർആൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, അങ്ങനെ ലളിതമായ വിചാരണയോടുകൂടെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന ആ നല്ല കൂട്ടരുടെ കൂട്ടത്തിൽ നമ്മൾ പെടണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണല്ലോ ചർച്ച ചെയ്യുന്നത്. വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ നേരത്തെ വരണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒട്ടകത്തിന്റെ പുണ്യമുണ്ട് അല്ലേ? ഇങ്ങനെ ഒരുപാട് പുണ്യങ്ങളുണ്ട്. ആദ്യം വരുന്നവരുടെ പേരുകൾ റെക്കോർഡ് ചെയ്യപ്പെടുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കേൾക്കാത്തവരല്ല നമ്മുടെ ഈ പള്ളിയിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇപ്പോഴും പുറകോട്ടാണ്. ഒരുപക്ഷെ പല കാരണങ്ങളാൽ നേരത്തെ എത്തണമെന്ന് ആഗ്രഹിച്ച് എത്താൻ പറ്റാതെ വൈകി വന്നവരുണ്ടാകാം. നോക്കൂ നിങ്ങൾ, ഇന്നത്തെ ഖുതുബയുടെ പൂർണ്ണമായത് കേൾക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പ്രിയമുള്ളവർ, അത് നഷ്ടം തന്നെയല്ലേ? ആണോ അല്ലേ? നമ്മളാണ് ആലോചിക്കേണ്ടത്. ഈ മിമ്പറിൽ നിന്ന് കിട്ടുന്ന ഈ ഉപദേശം, ഒരു ആഴ്ചയിലെ ഉപദേശം, കേവലം 30, 25, 30 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മുന്നിൽ പറയുന്ന ഖുർആനിന്റെ ഉപദേശം, ഹദീസിന്റെ ഉപദേശം കിട്ടാതെ കേവലം 2 റക്അത്തിന്റെ നമസ്കാരത്തെ സമയത്ത് നിങ്ങൾ കയറി വന്നാൽ ഈ ജുമഅയുടെ പൂർണ്ണമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭ്യമാണോ? നിങ്ങൾ ആലോചിക്കണം. ദൂരത്തുള്ളവരാണോ? ഈ ജുമഅക്ക് വേണ്ടി ഈ പള്ളിയിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണോ? അതിനുള്ള തയ്യാറെടുപ്പ് നേരത്തെ നടത്തണം. അല്ലാഹുവിന്റെ റസൂൽ വെള്ളിയാഴ്ച ദിവസം, ആ ദിവസത്തിന്റെ പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ആ വെള്ളിയാഴ്ച ജുമഅക്ക് വേണ്ടി അതിനു വേണ്ടി നേരത്തെ തന്നെ ഒരുക്കമായിരുന്ന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അത് പിൻപറ്റേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ സമയം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമല്ല പ്രിയമുള്ളവരെ. ഇത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ ഉപകരിക്കുന്ന സമയമാണ്. പല ആളുകൾക്കും ഹിദായത്ത് കിട്ടിയത്, പല ആളുകൾക്കും ദീനിന്റെ വെളിച്ചം കിട്ടിയത്, പല ആളുകൾക്കും ഖുർആനിന്റെ മഹത്വം അറിഞ്ഞത്, പല ആളുകൾക്കും ഹബീബായ റസൂലിന്റെ ആ ഒരു ചര്യ അനുസരിച്ച് ജീവിക്കാനുള്ള അവസരം കിട്ടിയത് ഈ മിമ്പറിൽ എന്ന് പറയുന്ന ഏതാനും സമയത്തെ ചില ഉപദേശങ്ങളിലെ ചില ഉപദേശങ്ങൾ മാത്രമാണ്. നമ്മൾ അറിയണം. പലപ്പോഴും ഖുതുബ കഴിഞ്ഞ് കണ്ണീരോടുകൂടെ നമ്മുടെ ഈ പള്ളിയിൽ ഇറങ്ങിപ്പോയ സഹോദരന്മാരുണ്ട്. പല പള്ളികളിലും അത് സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? നമ്മൾ അറിയുന്ന, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പരിശുദ്ധ ഖുർആനും സുന്നത്തും വെച്ചുകൊണ്ടുള്ള
ഈ വഅദ് തന്നെയാണ് അതിന്റെ കാരണം. മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ മാറ്റം കിട്ടണമെങ്കിൽ ഈ മിമ്പറിന്റെ താഴെ നിങ്ങൾ ഖുതുബക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടെത്തിയാൽ മാത്രമേ പ്രിയമുള്ളവരെ നിങ്ങൾക്കത് ഉപകാരമുണ്ടാവുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ആ ചിന്തയോടുകൂടെ ആയിരിക്കണം ഇന്ന് നിങ്ങൾ ഈ പള്ളി വിട്ടു പോകേണ്ടത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബേ നീ എനിക്ക് ഹയാത്ത് നൽകുകയാണ് എങ്കിൽ അടുത്ത വെള്ളിയാഴ്ച നേരത്തെ ഞാൻ ഇൻഷാ അല്ലാഹ് ജുമുഅക്ക് വേണ്ടി എത്തിക്കൊള്ളാമെന്ന തീരുമാനത്തിലായിരിക്കണം നിങ്ങൾ ഇവിടുന്ന് പോകേണ്ടത്. ഒരല്പസമയം 1 മണിക്കൂർ നേരമെങ്കിലും ഇദാ നൂദിയ ലിസ്സലാത്തി മൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ. ഖുർആനിന്റെ പ്രയോഗമാണ്. നമുക്ക് നിങ്ങൾ ആ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ വിളിച്ചാൽ വളരെ വേഗത്തിൽ നിങ്ങൾ അതിലേക്ക് പോകണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നോക്ക് നിങ്ങൾ, അതുകൊണ്ട് നമ്മുടെ ജോലി ഒഴിവാക്കേണ്ടതില്ല. അതിനുവേണ്ടി അന്നത്തെ ദിവസം പൂർണ്ണമായി നിങ്ങൾ ലീവാക്കണമെന്നില്ല. നിങ്ങളുടെ വരുമാനത്തിന്റെ സ്രോതസ്സുകളൊന്നും നിങ്ങൾ ഒഴിവാക്കേണ്ടതില്ല. പക്ഷേ അന്നത്തെ ആരാധനയുടെ ആ ജുമുഅയുടെ ദിവസം അതിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ കുറച്ച് സമയമെങ്കിലും കുറച്ച് നേരത്തെ പള്ളിയിൽ വന്ന് അതെല്ലാം കേട്ട് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ പോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത് ശ്രദ്ധിക്കുക. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. ശ്രദ്ധയോടുകൂടെ ജീവിക്കുക, അല്ലാഹുവിലേക്ക് മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മൾ വന്നുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് അവർ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് നമ്മളൊക്കെ ഒരു മരണത്തെ കുറിച്ച് അറിഞ്ഞതാണ്. 4 മക്കൾ പരീക്ഷ കഴിഞ്ഞ് വരുന്ന സന്ദർഭത്തിലാണ് ലോറി മറിഞ്ഞവരുടെ മീതെ വീണത്. ഞാനിന്ന് കണ്ടു, വീഡിയോയിലൂടെ കണ്ടു, വാർത്തയിലൂടെ കണ്ടു. ഒരു വലിയ കുഴി കുഴിച്ച് 4 ഖബർ, അതിന്റെ അടിക്കബർ അതിലുണ്ടാക്കിയിട്ട് ആ 4 മക്കളെ ഒരുപോലെ ഖബറിൽ അടക്കം ചെയ്തു. ഒരുമിച്ച് കളിച്ചവരാണ്, ഒരുമിച്ച് നടന്നവരാണ്. അവരുടെ യാത്രകളും ജീവിതവും ഒക്കെ ഒരുമിച്ച്. അതുപോലെ മരണവും ഒരുമിച്ച്. മരണത്തിന് ശേഷമുള്ളവരുടെ ഖബറും ഒരുമിച്ചായി. അല്ലാഹുവിന്റെ തീരുമാനം അത് നടപ്പിലായി. 5 ആളുകളിൽ ഒരാൾ മിഠായി മേടിക്കാൻ കടയിലേക്ക് കയറി. തിരിച്ചവരുടെ പിന്നിൽ കുറച്ച് അകലെയായി നടന്നു വരുമ്പോൾ 4 ആളുകളുടെ മുകളിലേക്ക്, ശരീരത്തിലേക്ക് ആ ലോറി, 2ാമത്തെ ലോറിയും മറിയുന്നതാണ് കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊന്നുമക്കളെ സ്വർഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു അവരുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അല്ലാഹു പൊറുക്കട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിന് കരുത്ത് നൽകട്ടെ. പ്രിയമുള്ളവരെ, റബ്ബിനോട് ദുആ ചെയ്യുക. അപകട മരണങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആരാധന അർപ്പിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു മുഅ്മിനായി മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا وقرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا